എന്തുകൊണ്ടാണ് ഒരു ചെറിയ ന്യൂനപക്ഷം ഇതിലേക്ക് ആകർഷിക്കപ്പെടുന്നത്? എന്താണ് ഇതിൻ്റെ ഒരു ചരിത്രം? എന്താണ് മതപരമായ ഇതിൻ്റെ ഒരു കാര്യം? എന്താണ്? നമുക്കിപ്പോൾ കേരളത്തിലെ IS കുറിച്ച് പഠിക്കുമ്പോൾ IS ഒരു ആഗോള പ്രസ്ഥാനമാണ്, പൊന്നു സാറ് പറഞ്ഞ പോലെ. അപ്പോൾ നമുക്ക് നമ്മുടെ മുന്നിലുള്ളത് 2 മാർഗ്ഗങ്ങളാണ്. ഒന്ന്, അതിൻ്റെ പ്രൈമറി സോഴ്സസ് പരിശോധിക്കുക എന്നുള്ളതാണ്. IS സംബന്ധിച്ചുള്ള പ്രൈമറി സോഴ്സ് IS തന്നെ പുറത്തുവിട്ടിരിക്കുന്ന അവരുടെ ജേണൽസാണ്. ഇപ്പോൾ ഇംഗ്ലീഷിലാണെങ്കിൽ ഗ്ലോബലി നമുക്ക് ലഭ്യമായ ദാബിക്ക് എന്ന് പറയുന്ന ഒരു ജേണൽ. കേരളത്തിലാണെങ്കിലോ മുഹാജിറൂൻ എന്ന പേരിലുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ ഇന്നലെ രാത്രി 8 മണിയോടുകൂടി അടച്ചുപൂട്ടിയ സമീർ അലിയുടെ പേരിലുള്ള ഒരു ഫേസ്ബുക്ക് പേജ്, അതിന് മുമ്പേ ഉണ്ടായിരുന്ന 1-2 ഫേസ്ബുക്ക് പേജുകൾ. അപ്പോൾ ദാബിക്കിൻ്റെ കണ്ടൻറ്റും ഈ വെബ്സൈറ്റിലും ഇവരുടെ ബ്ലോഗിലും വരുന്നതിൻ്റെ കണ്ടൻറ്റും തമ്മിൽ താരതമ്യം ചെയ്ത് നോക്കിയാൽ ഏതാണ്ട് സമാനമായ ആശയങ്ങളാണ്. സമാനമായ ആശയങ്ങളെന്ന് ഞാൻ പറയുന്നത്, ഇപ്പോൾ ദാബിക്കിൻ്റെ കണ്ടൻറ്റിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ലോകത്തുള്ള എല്ലാ മുസ്ലിം രാജ്യങ്ങളും താഗൂത്തി രാജ്യങ്ങളാണ്, അല്ലെങ്കിൽ മതവിരുദ്ധ രാജ്യങ്ങളാണ്, ഇസ്ലാം വിരുദ്ധ രാജ്യങ്ങളാണ്. അപ്പോൾ എന്താ ഈ IS പറയുന്ന ഇസ്ലാം എന്നതൊരു വലിയ ചോദ്യചിഹ്നമായി അവശേഷിക്കുന്നു. നമുക്ക് നേരെ നമ്മുടെ നാട്ടിലേക്ക് വന്നാൽ ഈ ഇവരുടെ വെബ്സൈറ്റും ഇവരുടെ ബ്ലോഗിലും പരിശോധിച്ചാലും കാണുന്നത് സമാനമായ ഒരു ഇസ്ലാമിനെയാണ് അവർ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. ഈ ആശയം ഈ രൂപത്തിൽ അവർ അവതരിപ്പിക്കുന്നതുകൊണ്ട് കേരളത്തിൽ ആഗോളതലത്തിൽ എന്ന പോലെ തന്നെ ഈ IS ആശയധാരയെ അംഗീകരിക്കുന്ന ഒരൊറ്റ സംഘടനയുമില്ല. സാധാരണഗതിയിൽ തീവ്ര നിലപാടെടുക്കുന്ന പോപ്പുലർ ഫ്രണ്ട് പോലുള്ള സംഘടന പോലും, ഞാനതൊരു ചർച്ചയിൽ പറഞ്ഞതാണ്, അത് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം അതിന് വേറെ കാരണമുണ്ട്. കാരണം ഇവർ 2 പേരും വിളവിറക്കുന്ന ഒരു ഭൂമിയിലാണല്ലോ, ഒരേ സ്ഥലത്താണല്ലോ വലയെറിയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാനൊഴിഞ്ഞുണ്ടോ രാമനെ ത്രിഭുവനത്തിങ്കൽ എന്ന് ചോദിച്ച പോലൊരു ചോദ്യമാണ്. അപ്പോൾ ഒരു രാമൻ മതി ഇവിടെ, വേറൊരു രാമൻ വേണ്ട എന്ന് പറഞ്ഞ പോലെ. അപ്പോൾ അതുകൊണ്ട് അത്തരം തീവ്ര നിലപാടുകാരുള്ള അവരതിനെ എതിർക്കുന്നതിൻ്റെ അതിന് വേറൊരു രാഷ്ട്രീയം. പക്ഷേ ഞാൻ പറഞ്ഞു വരുന്നത്, അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ കേരളത്തിൽ IS എന്നൊരു പ്രസ്ഥാനവും ആ ആശയത്തിനും വേരുറപ്പിക്കാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല, ഒരിക്കലുമില്ല. കാരണം നമ്മുടെ NIA റിപ്പോർട്ട് അനുസരിച്ച് തന്നെ കേരളത്തിൽ മാക്സിമം വന്നാൽ 30 പേരുണ്ടാവും എന്നുള്ളതാണ്. അതിപ്പോൾ പൊന്നു സാറിനെ പോലെ സമർത്ഥനായ ഒരു പോലീസ് ഓഫീസർ, ഷൗക്കത്തിനെ പോലെ വിക്രമിനെ പോലെ ഒരു ഓഫീസർ, നമുക്കതിനൊന്നും പ്രഗത്ഭരായ ഓഫീസർമാർക്കൊന്നും ദാരിദ്ര്യമൊന്നുമില്ല. അവർ രാഷ്ട്രീയമായ മറ്റ് സമ്മർദ്ദങ്ങൾ ഉണ്ടാകരുതെന്ന് മാത്രം. നല്ല മിടുക്കന്മാരായ ഒരു പോലീസ് സംഘം ഉണ്ടെങ്കിൽ നിമിഷങ്ങൾക്കുള്ളിൽ ഈ പറഞ്ഞ ഗ്രൂപ്പിനെ ഇവിടെ നിന്ന് ഉന്മൂലനം ചെയ്യാൻ കഴിയും, ഇവിടെ നിന്ന് അപ്രൂവ് ചെയ്യാൻ കഴിയും. മതസംഘടനകൾ വ്യക്തിത്വ രൂപീകരണത്തിലും സ്വഭാവ സംസ്കരണത്തിലും ഒക്കെ ശ്രദ്ധിക്കേണ്ട മതപ്രസ്ഥാനങ്ങൾ കോർപ്പറേറ്റ് വേൾഡായി തടിച്ചു കൊഴുക്കുന്നു. അപ്പോൾ സ്വാഭാവികമായും ഇതിൻ്റെ അകത്തുള്ള ആളുകൾക്ക് ഒരുതരം ആത്മീയ അന്വേഷണം നടത്തുന്നവൻ്റെ ദാരിദ്ര്യാവസ്ഥ അവിടെ പ്രകടമാവും. അവൻ കൂടുതൽ മറ്റെന്തോ അന്വേഷിച്ച് പോകും. രണ്ടാമത്തെ സംഗതിയാണ്, അവിടെയാണ് എനിക്ക് MS കുമാറിനെ പോലുള്ള ആളുകളോട് ഒരു വിയോജിപ്പുള്ളത്. കാരണം ഈ പറയുന്ന ഫേസ്ബുക്കിലെയോ ഈ മുഹാജിറൂൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്തുള്ള കണ്ടൻറ്റിലോ ഒക്കെ പരിശോധിക്കുമ്പോൾ നമ്മൾ കാണുന്നത് എങ്ങനെയാണ് അവർക്ക് ആളുകളെ ആകർഷിക്കാൻ കഴിയുന്നത്. ഒന്ന്, തീവ്ര ആത്മീയതയുടെ പേര് പറഞ്ഞ് ആകർഷിക്കാം. രണ്ട് ആളുകളിൽ പ്രതികാര ബുദ്ധി ഉണ്ടാക്കുക എന്നാണ്. എങ്ങനെയാണ് പ്രതികാര ബുദ്ധി ഉണ്ടാക്കുന്നത്? ബീഫ് വീട്ടിൽ സൂക്ഷിച്ചു എന്ന് എഴുതി തല്ലിക്കൊല്ലുന്ന ഒരവസ്ഥ, അത് കൊണ്ടുപോയെന്ന് കരുതി വൃക്ഷത്തിൻ്റെ കൊമ്പിൽ കെട്ടിത്തൂക്കുന്ന അവസ്ഥ. അപ്പോൾ ഈ സംഭവങ്ങളിൽ നിന്ന് ജനത്തെ പെട്ടെന്ന് ആകർഷിക്കാൻ കഴിയുന്ന സംഭവങ്ങളെടുത്ത് ഉദ്ധരിച്ചുകൊണ്ട് ആളുകളിൽ ഒരു പ്രതികാരദാഹം ഉണ്ടാക്കും. ഇതാണ് കേരളത്തിലുള്ളത്. ഒന്നുകിൽ ഒരു പ്രതികാര ചിന്ത വളർത്തുന്നു, അല്ലെങ്കിൽ മതബോധം. എന്താണ് നമ്മൾക്ക് നൽകാൻ ഇനിയും കഴിയുന്നത്? കാരണം ഇങ്ങനെയൊക്കെ വരുന്നു എന്ന് നമുക്കൊരു തിരിച്ചറിവ് വരുന്നു, നമ്മൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു. ഏതൊക്കെ തരത്തിലേക്ക് പുതിയ തലമുറകളെ ഇതിലേക്ക് ആകർഷിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ മുന്നോട്ട് വെക്കാൻ പറ്റും? അതിനെ ഒരു അക്കാഡമിക്കായി നമ്മൾ വിലയിരുത്തിയാൽ എങ്ങനെയാണ് അതിന് ഒരു മറുപടി നൽകുക? ഇന്ത്യൻ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ഈ മാധ്യമങ്ങൾ പ്രചരിപ്പിക്കും പോലെയോ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ പാർട്ടീസ് പ്രചരിപ്പിക്കും പോലെയോ ഇന്ത്യൻ മുസ്ലിംസിനെ മുഴുവനായിട്ട് ഒരേ വിഭാഗമായിട്ട് ഒരിക്കലും കണക്കാക്കാൻ പറ്റില്ല. കാരണം ഇന്ത്യൻ സിറ്റുവേഷനിൽ മുസ്ലിംസിനെ നോക്കുകയാണെങ്കിൽ ശരിക്കും അവിടെ തന്നെ ഒരു ഹിന്ദു വിഭാഗത്തിലെ കാസ്റ്റിസം പോലെ തന്നെ എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. കേരള ഇസ്ലാം എന്ന് പറയുന്ന നേരത്തെ ഉണ്ടായിരുന്ന ഇസ്ലാം പലതായി വിഘടിക്കപ്പെട്ടു, പല ഗ്രൂപ്പുകൾ ഫോം ചെയ്തു, ഓരോ ഗ്രൂപ്പുകളും ബാധിക്കാൻ തുടങ്ങി. ഞങ്ങൾ പറയുന്നതാണ് ശരി, അല്ല ഞങ്ങളുടെ ഇസ്ലാമാണ് ശരിക്കുള്ള ഇസ്ലാം, ഞങ്ങളുടെ ഇസ്ലാമാണ് പ്യുവർ ഇസ്ലാം, ആ പ്യൂരിറ്റി ക്ലെയിം ചെയ്യാൻ തുടങ്ങി. പല റൈറ്റ്സും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇതെല്ലാം ഇതുപോലെ നടന്ന സംഭവങ്ങളാണ്. ആദ്യം അന്വേഷണ ഏജൻസികൾ ഇതിനെ സംശയത്തിൻ്റെ മുൾമുനയെ കൊണ്ട് നിർത്തും, അത് കഴിഞ്ഞിട്ട് അവരെ പൊക്കും, അത് കഴിഞ്ഞിട്ട് പിന്നെ അതിനുള്ള എക്സ്പ്ലനേഷന് പിന്നെ കേൾക്കുന്ന അവരെ അറസ്റ്റ് ചെയ്തു, പിന്നെ എത്ര പേരെ അറസ്റ്റ് ചെയ്തു, എന്തിനു വേണ്ടി അറസ്റ്റ് ചെയ്തു, എന്തൊക്കെയാണ് ഇതിൻ്റെ പിന്നിലുള്ളതെന്ന് നമ്മൾ ഒരിടത്തും കേൾക്കുന്നില്ല. ഒരു അന്വേഷണ ഏജൻസിയും ഒന്നും പറയുന്നില്ല. ഇതിനൊക്കെ എപ്പോഴും സർക്കാരിൻ്റെ പിന്തുണയുണ്ട്, രാഷ്ട്രീയ പാർട്ടികളുടെ പിന്തുണയുണ്ട്. പ്രത്യേകിച്ചും മതത്തിൽ അടിസ്ഥാനമായിട്ടുള്ള രാഷ്ട്രീയ പാർട്ടിയാണ് ഇന്ന് ഇന്ത്യ ഭരിക്കുന്നത്. അപ്പം നമ്മൾ എങ്ങനെയാണ് വിശ്വസിക്കുന്നത്? പിന്നെ വ്യാജ ഏറ്റുമുട്ടലുകൾ, ആക്ച്വലി വ്യാജ ഏറ്റുമുട്ടലുകൾ എന്ന് പറയുന്നത് കൊലപാതകങ്ങളാണ് ഏറ്റുമുട്ടലെന്ന് ടാർഗുൻ റിപ്പോർട്ട് തന്നെ ഉണ്ട്, അത് നിങ്ങൾക്ക് വായിച്ചു നോക്കാം. ശരിക്കും ഈ ഏറ്റുമുട്ടൽ അതും രക്തം മരവിപ്പിക്കുന്ന ഒന്നാണ്. പക്ഷേ ഇതിൻ്റെ പിന്നിലുള്ള കാര്യങ്ങൾ ഒരിക്കലും
ഒരിക്കലും പുറത്തു വരുന്നില്ല. പിന്നെ മറ്റൊരു കാര്യം കൂടെ എനിക്ക് പറയാനുള്ളത്, ഈ പല എൻകൗണ്ടറും നടന്നപ്പോൾ പല ഈ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുള്ളത് ബസ് സ്റ്റേഷനിലും റെയിൽവേ സ്റ്റേഷനിലും വെച്ചിട്ടാണെന്നാണ് പല കേസസും കാണിക്കുന്നത്. ഈ കേസുകളിലൊക്കെ തന്നെയും ഈ പിടിക്കുന്ന സമയത്ത് ഒരാളിനെ പിടിച്ചു, അവിടെ നിന്ന് ഇത്ര പൈസ കിട്ടി, 50 ലക്ഷം അയാളെ നിന്ന് പിടിച്ചു, ആയുധ ശേഖരം പിടിച്ചു എന്ന് പറയും. പക്ഷേ ഇതിനുള്ള ഇവർക്ക് കിട്ടിയ പൈസ എത്രയാണ്, ഇത് എവിടെ നിന്ന് കിട്ടി, ഇയാൾ ആരെയാണ് അവിടെ കാത്തിരുന്നത്, ഇയാളുടെ സഹായികൾ ആരാണ്, എവിടെയെങ്കിലും അതിനെപ്പറ്റി പിന്നെ ഒരു റിപ്പോർട്ടിലും വരാറില്ല. സഹായികൾ ആര്, മണിയുടെ സ്രോതസ് ഏതാണ്, ആയുധം അല്ലെങ്കിൽ RDXൻ്റെ സ്രോതസ് എവിടെയാണെന്ന് ഒരിടത്തെങ്കിലും വന്നിട്ടുണ്ടോ? അപ്പോൾ ഇതൊക്കെ എവിടെയാണ്, ഇതൊക്കെ ആരാണ് മാറ്റിവെക്കുന്നത്? നമുക്ക് എല്ലാ കാര്യങ്ങളും പുറത്തുവിടാൻ പറ്റില്ല. ഞാൻ റിട്ടയർ ചെയ്തിപ്പോൾ 5 കൊല്ലമാകാൻ പോകുന്നു. എന്നാൽ പോലും ഞാൻ എല്ലാ കാര്യങ്ങളും പറയുന്നത് ശരിയാണോ എന്ന് എനിക്കിപ്പോൾ തന്നെ സംശയമുണ്ട്. കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും അറിയുന്നത് ചിലപ്പോൾ ഗുണത്തേക്കാളേറെ സമൂഹത്തിന് ദോഷം ചെയ്യാനും സാധ്യതയുണ്ട്. നമുക്ക് സുതാര്യത വളരെ നല്ലതാണെങ്കിലും ചില പരിപൂർണ്ണ നഗ്നത നല്ലതല്ല. അതാണ് അങ്ങനൊരു വ്യത്യാസമുണ്ട്. സുതാര്യതയും നഗ്നതയുമായിട്ടൊരു ചെറിയ വ്യത്യാസമുണ്ട്. കേരളത്തിലെ പോലീസോ ഇന്ത്യയിലെ പോലീസ് സംവിധാനമോ രഹസ്യാന്വേഷണ ബ്യൂറോയോ നാഷണൽ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസിയോ അവർക്കറിയാവുന്ന സംഗതികളെല്ലാം വെളിപ്പെടുത്തിക്കൊണ്ട് ഈ ഭീകരതയ്ക്കെതിരായിട്ടോ അല്ലെങ്കിൽ സാധാരണ ഒരു സംഘടിത ഓർഗനൈസ്ഡ് ക്രിമിനാലിറ്റിക്കെതിരായിട്ടോ നടപടിയെടുക്കാൻ സാധ്യമല്ല. അത് നമുക്കുള്ള ഒരു തെറ്റിദ്ധാരണ. എല്ലാം പറഞ്ഞാൽ എല്ലാം ശരിയാകുമെന്ന് പറയുന്നത് ശരിയല്ല. എല്ലാം പറഞ്ഞാൽ പലപ്പോഴും എല്ലാം അവതാളത്തിലാകാനാണ് സാധ്യത. നമ്മുടെ സർക്കാർ അല്ലെങ്കിൽ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു അടിസ്ഥാന വിദ്യാഭ്യാസം നമുക്ക് നൽകുന്നുണ്ട്. അപ്പോൾ ആ അടിസ്ഥാന വിദ്യാഭ്യാസത്തിലൂടെ നല്ലതെന്ത് ചീത്തയെന്തെന്ന് ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ലെങ്കിൽ ആ നമ്മുടെ വിദ്യാഭ്യാസ മൂല്യച്യുതിയും ഈ IS-ൻ്റെ കടന്നുവരവിനൊരു കാരണമല്ലേ?